ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് ആലപ്പുഴ കൃപാസനത്തിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഏകദേശം 2 മണിയായി. 2 മണി സമയത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് യാത്ര പോകാം. നമ്മളങ്ങനെ ആലപ്പുഴയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ആയൂരാണത്. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിവിടെ നിന്നും ഇറങ്ങി നമ്മൾ നേരെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ അതിപ്പോൾ 5:30 കഴിഞ്ഞു. നമ്മൾ നേരെ നമ്മുടെ കൃപാസനത്തിൻ്റെ മുൻവശത്തെത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ATM ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ അവിടെ കയറിയിട്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല തിരക്ക് ഏകദേശമുണ്ട്. നമ്മൾ ഇവിടെ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ അതിശയിപ്പിക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ട്. റോഡും കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം അവിടെ ഭയങ്കര രീതിയിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതെ, ഇപ്പൊ ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും മാതാവിന്റെ മുമ്പ് എത്തിയത് കേട്ടോ. അതെ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കൃപാസനം. നിങ്ങൾക്ക് മുൻ വീഡിയോസിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതെ, ഇന്നിവിടെ വരുന്നതിന് ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈവൊക്കെ കാണുന്ന കൂട്ടുകാർക്കറിയാം, ഞങ്ങളൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ആ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വരാമെന്ന് ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. നമ്മുടെ വാഹനമായിട്ട് തന്നെ വരാമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത് കേട്ടോ. അതായത് ഞങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിലായിരുന്നു. അത് പണിയാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു നിർവാഹവും ഇല്ല, ഒരു നിവൃത്തിയും ഇല്ല, പൈസ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ കൃപാസനത്തിൽ വരണം, മാതാവിന് ഞങ്ങൾക്ക് വരണമെന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പേഴ്സണൽ ലോൺ അനുവദിച്ച് കിട്ടുക. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പണിതു. അതിന് വണ്ടി ഇറങ്ങി ശനിയാഴ്ച ഞങ്ങൾക്ക് വണ്ടി കിട്ടുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നത്. ഇത് നമ്മൾ മറ്റൊരു രീതിയിൽ ആരും കണക്കൂട്ടരുത്. നമ്മളിവിടെ വരാൻ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളുടെ ഇതാണ് പറയുന്നത്. നമുക്ക് കിട്ടിയ അനുഭവമാണ്, നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ ആരെയും നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ വരൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഒരുപാട് റിലേറ്റീവ്സിനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം. ഞങ്ങളിവിടെ വരുമ്പോൾ ദിവ്യപൂജ തുടങ്ങിയായിരുന്നു കേട്ടോ. ദിവ്യപൂജ തുടങ്ങിയായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ കാനായിലെ വീഞ്ഞിന്റെ ആ ഒരു ഇത് അവിടെ കാണിക്കുന്നതാണ്. അതാണ് അവിടുത്തെ അകത്താണ് കേട്ടോ. ഇതൊക്കെ കൃപാസനത്തിന്റെ അകമാണ്. ഞങ്ങൾ ഇതിന് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ 3ാമത്തെ യാത്രയാണ് കൃപാസനത്തിലേക്ക്. ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ 3ാമത്തെ യാത്രയാണ്. അപ്പോൾ ഉടമ്പടി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നത് ഉടമ്പടിയുടെ ഭാഗമായിട്ടല്ല, നമ്മുടെ ഈ നേർച്ചയുടെ ഭാഗമായിട്ട് മാത്രമാണ് കേട്ടെ. അപ്പം നമ്മളിത് അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ കൃപാസനത്തിൽ നമ്മുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. നമ്മളിന്ന് രാവിലെയാണ് എത്തിയത്. രാവിലെ എത്തിയതിന് ശേഷം ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ അകത്ത് വെച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ പോറായി 10:30 ആയില്ലേ. നമ്മളെന്തായാലും ഇറങ്ങാറായി. അപ്പം നമ്മൾ ഉടമ്പടിയൊന്നും പുതുക്കിയിട്ടില്ല. പക്ഷേ മാപ്പപേക്ഷയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് തെറ്റുകളൊക്കെ എല്ലാവർക്കും മാപ്പൊക്കെ അപേക്ഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വാങ്ങിയതാണ് കുറേ. അതിനകത്ത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കീച്ചെയിനും ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ വണ്ടിയിലിടാണ്ട കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വാഹനത്തിൽ കൃപാസനത്തിലെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് നമ്മുടെ രൂപവും കാശി രൂപത്തിൻ്റെ ആ ഒരു ജവമാലകളൊക്കെ ജവമാലയും ഇതെല്ലാം കാണും. അപ്പോൾ നമ്മൾ വീഡിയോ ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.